ഗുഡ് മോർണിംഗ് ഓൾ. +2 മാത്തമാറ്റിക്സിലെ 7th ചാപ്റ്റർ ഇൻ്റഗ്രൽസ് അതിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സ്നേഹപൂർവം സ്വാഗതം. ഇൻ്റഗ്രൽസിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള വ്യത്യസ്ത മാർഗങ്ങളാണ്. 22 ബേസിക് റിസൾട്ട്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ശേഷം ഇപ്പോൾ നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻ്റഗ്രേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ്റെ പ്രത്യേകത, ആ ഫംഗ്ഷൻ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഇൻ്റഗ്രൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ജി ഡാഷ് എക്സ് ഡി എക്സ്. ഫംഗ്ഷനകത്തൊരു ഫംഗ്ഷൻ ഉണ്ടാവും, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പുറത്തുണ്ടാവും. ഇത്തരം കേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, അകത്തുള്ള ഫംഗ്ഷൻ ടി എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് ഡി ടി പുറത്തു വരും. അതായത് ഈ വലിയ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി എന്നുള്ള ചെറിയ ഫംഗ്ഷനായിട്ട് മാറും. ഇതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം 15 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. അത്രയും ചോദ്യങ്ങൾ തന്നെ അസൈൻമെൻ്റായിട്ട് ഞാൻ നൽകി. അവ നിങ്ങൾ ചെയ്തു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് പുതിയ ചില ചോദ്യങ്ങളും അത്രയും അസൈൻമെൻറ്റ്സുമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. തുടങ്ങുന്നതിന് മുന്നേ ഇൻ്റഗ്രേഷൻ പഠിക്കണമെങ്കിൽ 22 റിസൾട്ടുകൾ മനസ്സിലുണ്ടായിരിക്കണം. ആ റിസൾട്ടുകൾ വെറുതെ ഞാൻ നിങ്ങളൊന്ന് കാണിക്കുന്നു. ഈ 22 റിസൾട്ടുകൾ മനസ്സിലില്ലാതെ ഇൻ്റഗ്രേഷൻ പഠിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. 22 റിസൾട്ടുകളുടെ കൂടെ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽസും നാം ബൈഹാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവയും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ടോട്ടൽ 28 റിസൾട്ട്. ഇതിൻ്റെ എണ്ണം കൂട്ടി വരും പുതിയ ക്ലാസ്സുകളിൽ. ഓക്കെ, ഇപ്പോൾ 28 റിസൾട്ടുകൾ മനസ്സിലുള്ള ആർക്കും ഇൻ്റഗ്രേഷൻ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ 18 ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. 18 ചോദ്യങ്ങൾ അസൈൻമെൻ്റായിട്ടും ഉണ്ടാകും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31, 32, 33. ക്വസ്റ്റ്യൻ നമ്പർ 31 കാണുന്ന മാത്രയിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാം, അല്ലേ? ഇൻ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡ് ബൈ 1 + സൈൻ എക്സ് ഡി എക്സ്. എപ്പോഴും ടി കൊടുക്കേണ്ട ഫംഗ്ഷൻ അകത്താണ് ഉണ്ടാവുക. ഇവിടെ അകത്തിരിക്കുന്ന ഫംഗ്ഷൻ 1 + സൈൻ എക്സ് ആണ്. റെസിപ്രോക്കലിനകത്ത് 1/x പകരം 1 + സൈൻ എക്സ്. അപ്പോൾ 1 + സൈൻ എക്സിനെ ആയിരിക്കും ടി കൊടുക്കേണ്ടത്, അല്ലേ? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. 1 + സൈൻ എക്സ് ആണെങ്കിലും കോസ് എക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ആർക്ക് ടി കൊടുക്കുന്നതാണ് സൗകര്യം? 1 + സൈൻ എക്സിന് ടി കൊടുക്കുന്നതാണ് സൗകര്യം, അല്ലേ? ഞാൻ കളറൊക്കെ മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി മാത്രം. ഇത് രണ്ടും ഒന്നാണ്. നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതണമെന്നില്ല. ഓക്കെ, അപ്പോൾ 1 + സൈൻ എക്സിന് ടി എന്ന് കൊടുത്താൽ ന്യൂമറേറ്റർ കോസ് എക്സ് ഡി എക്സ് ഡി ടി ആയിട്ട് മാറും. അതിൻ്റെ ആൻസർ ഫിനിഷ് ചെയ്തു. ഇൻ്റഗ്രൽ ഡി ടി ബൈ ടി എന്നായി. എന്താ ഇൻ്റഗ്രൽ 1/t dt? ലോഗ് മോഡ് ടി പ്ലസ് സി. ആരാണ് ടി? ടി എന്ന് പറയുന്നത് 1 + സൈൻ എക്സ്. ലോഗ് മോഡ് 1 + സൈൻ എക്സ് പ്ലസ് സി. ഇത്രയും ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്തിനാണ് ഇവിടെ ചെയ്തത്? ഇത് വെറുതെ ചെയ്തതല്ല. ഇതേപോലെ ഏത് ഫംഗ്ഷൻ തന്നാലും നമുക്ക് ആൻസർ ഡയറക്റ്റ് ആയിട്ട് പറയാം. എന്താ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത? മുകളിൽ ഡെറിവേറ്റീവ്, താഴെ ഫംഗ്ഷൻ, അല്ലേ? മുകളിൽ ഡെറിവേറ്റീവ്, താഴെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ താഴെ ഫംഗ്ഷൻ, മുകളിൽ ഡെറിവേറ്റീവ്. മുകളിലുള്ളത് എഫ് ഡാഷ് എക്സ് ആണെങ്കിൽ താഴെ ഉള്ളത് എഫ് ഓഫ് എക്സ് ആ. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഫോമിലുള്ള ചോദ്യമാണ്, അല്ലേ? എന്താ അതിൻ്റെ ആൻസർ വന്നത്? ലോഗ് മോഡ് ഡിനോമിനേറ്റർ, ദാറ്റ് ഇസ് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഓക്കെ, ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി. അപ്പോൾ ഇത്തരം ഒരു ചോദ്യം കാണുമ്പോൾ ഇനി ടി കൊടുക്കാതെ തന്നെ നമുക്ക് ആൻസർ പറയാം. താഴെ ഫംഗ്ഷനും മുകളിൽ ഡെറിവേറ്റീവുമുള്ള ഏതൊരു ഫംഗ്ഷൻ്റെയും ഇൻ്റഗ്രൽ ലോഗ് മോഡ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആ. ഏത് ചോദ്യവും നമുക്കതുപോലെ പറയാവുന്നതേ ഉള്ളൂ.
ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉള്ളത് സീക്ക് എക്സ് ടാൻ എക്സ് ആണ് എന്ന് കരുതുക, അല്ലെങ്കിൽ ഇവിടെ ഉള്ള സീക്ക് സ്ക്വയർ എക്സ് ആണ് എന്ന് കരുതുക, താഴുള്ളത് ടാൻ എക്സ് ആണെന്ന് കരുതുക. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ സീക്ക് സ്ക്വയർ എക്സ്, ഉടനെ പറയാം ലോഗ് മോഡ് ടാൻ എക്സ് പ്ലസ് സി, അങ്ങനെ ഏതും പറയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഓക്കെ, ഇതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ക്വസ്റ്റ്യൻ നമ്പർ 32-ലുള്ളൂ അല്ലേ, താഴെ സ്ക്വയർ റൂട്ട് ഉണ്ട്. അത്തരം ചോദ്യങ്ങളുടെ ആൻസറും നേരിട്ട് പറയാമെന്നുള്ളത് മനസ്സിലാക്കാനാണ് 32ാമത്തെ ചോദ്യം. നന്നായിട്ട് ശ്രദ്ധിക്കൂ. ആർക്കാ ടി കൊടുക്കുക? 1 + sin x അല്ലേ. 1 + sin x ടി കൊടുത്താൽ നേരത്തെ പോലെ cos x dx dt ആയിട്ട് മാറും. അപ്പോൾ ഇൻ്റഗ്രൽ പറ dt ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ടി എന്ന് വരും. വാട്ട് ഈസ് ഇൻ്റഗ്രൽ 1/√x dx to √x + c? 22-ൽ ഒരാളാ. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആണെങ്കിൽ 22-ൽ ഒരാളിലേക്ക് ഇത് മാറും. ഓക്കെ, അപ്പോൾ 2√x + c ആ. അപ്പോൾ ഇവിടെ എന്ത് വരും? 2√t + c. ആരാ ടി? 1 + sin x. 2√1 + sin x + c അല്ലെ. ശ്രദ്ധിക്കൂ, മുകളിൽ ഡെറിവേറ്റീവ്, താഴെ സ്ക്വയർ റൂട്ടിനകത്ത് ഫംഗ്ഷൻ. അപ്പോൾ ഇത് ഏത് ഫോമുല? ഇൻ്റഗ്രൽ f' x dx √f(x) എന്നുള്ള ഫോമുല. ഇൻ്റഗ്രൽ f' x dx √f(x). ഇൻ്റഗ്രൽ f' √f(x) dx. എന്താ ആൻസർ വന്നത്? 2√f(x) എന്നല്ലേ ആൻസർ വന്നത്. 2√f(x + c). ഇതൊക്കെ ഇതുപോലെ തന്നെ ഓർത്തു വെക്കുന്നത് ഭാവിയിൽ അല്ലെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്തരം ഒരു ചോദ്യം കാണുമ്പോൾ ടി കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 2√f(x + c) എന്ന് പറയാം. എന്താ കണ്ടീഷൻ? സ്ക്വയർ റൂട്ടിനകത്ത് f(x) വേണം, അതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ വേണം. കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ. എങ്കിൽ 33ാമത്തെ അതിപ്രധാനമായ ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 33. ഇൻ്റഗ്രൽ √tan x / sin x cos x dx. ചോദ്യം കണ്ടല്ലോ. ഈ ചോദ്യത്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു തടസ്സം എന്താ നിങ്ങൾ കാണുന്നത്? √tan x. tan x സ്ക്വയർ റൂട്ട് ഉണ്ടല്ലേ, അതും ന്യൂമറേറ്ററിലാണ് അല്ലേ. അപ്പോൾ ആ സ്ക്വയർ റൂട്ടിന് നമുക്ക് അങ്ങ് ഒഴിവാക്കാം. പല രൂപത്തിലും ഒരു ചോദ്യം ചെയ്യാം കേട്ടോ, ഒരു രൂപം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ √tan x-ലെ റൂട്ടിന് നമുക്ക് അങ്ങ് ഒഴിവാക്കണം. അവിടെ റൂട്ടിന് ഒഴിവാക്കാനുള്ള മാർഗം എന്താ? നമുക്കറിയാലോ. റൂട്ടിന് ഒഴിവാക്കാനുള്ള മാർഗം എന്താ? റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ന്യൂമറേറ്റർ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്രാക്ഷന് വ്യത്യാസം വരില്ലേ? വരും. അതുകൊണ്ട് √tan x കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. വളരെ രസകരമായിട്ടുള്ള ചോദ്യങ്ങളായി ഇതൊക്കെ. ഓക്കെ, നോക്കൂ, √tan x ഒഴിവാക്കലാണ് എൻ്റെ ലക്ഷ്യം, റൂട്ട് ഒഴിവാക്കലാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ √tan x കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. ന്യൂമറേറ്ററിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂവിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പോൾ ഒരു ചേഞ്ചും ഇല്ല, ചെയ്യേണ്ടതൊക്കെ ചെയ്തു, പക്ഷേ ചേഞ്ച് ഒന്നുമില്ല. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 തന്നെയല്ലേ വരിക അല്ലേ. ഈ √tan x √tan x ആരാ? tan x. താഴെ sin x cos x √tan x. ഓക്കെ, tan x താഴെ sin x cos x 1/√tan x. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, tan x എന്ന് കാണുമ്പോൾ നമുക്ക് വളരെ പരിചയം ഉണ്ടല്ലോ. ആരാ tan x? sin x cos x. അപ്പം ഞാൻ ഈ tan x sin x cos x എന്ന് എഴുതാൻ പോവാം. അപ്പം sin x cos x, ഒരു sin x എഴുതും, cos x പകരം cos square x എന്ന് എഴുതും. ഓൾറെഡി ഒരു cos x ഉണ്ടല്ലോ, ആ cos x cos x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് cos square x എന്ന് എഴുതും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? sin x sin x cos square x 1/√tan x dx എന്ന് വരും. ഓക്കെ, ശരി. sin x sin x ക്യാൻസൽ ചെയ്തില്ലേ? രണ്ടും ഒരേ ടൈമാണ്, ക്യാൻസൽ ചെയ്തു. ആൻസറിലേക്ക് എത്തിയല്ലോ. ആരാ 1/cos square x? sec square x അല്ലേ. sin x sin x ക്യാൻസൽ ചെയ്തു. sec square x cos square x മുകളിലേക്ക് എഴുതുമ്പോൾ sec square x എന്നാവും. sec square/√tan x dx എന്ന് വരും. ഓക്കെ, ആൻസർ കിട്ടിയില്ലേ? tan x ഡെറിവേറ്റീവ് അല്ലേ sec square x. tan x ടി കൊടുത്താൽ പോരെ? tan x ടി കൊടുക്കുമ്പോൾ sec square x dx dt ആവില്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ dt/√t എന്നായില്ലേ. ഇൻ്റഗ്രൽ 1/√t dt, dt/√t എന്നും പറയാം, 1/√t dt എന്നും പറയാം. അതൊക്കെ സെയിം ആണ്. ആരാ അതിൻ്റെ ഇൻ്റഗ്രൽ? 2√t + c. ആരാ ടി? 2√tan x + c. ഫിനിഷ്ഡ് അല്ലേ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി ഈ ഒരു ചോദ്യത്തിൻ്റെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ പറയാം നമുക്ക് നേരത്തെ പഠിച്ച റിസൾട്ട് ഉപയോഗിച്ച്. ഇത് ഏത് ഫോമുല? ഇൻ്റഗ്രൽ f'(x √f(x) dx എന്നുള്ള ഫോമിലല്ലേ. 2√f(x + c) അല്ലേ ആൻസർ. അത് വെച്ച് 2√tan x + c എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാം. ഇങ്ങനെയും പറയുന്നതിന് വിരോധമില്ല. ഇത് വെച്ച് ഇത് പറയുമ്പോൾ ഈ ഒരു റിസൾട്ട് സൈഡിൽ എഴുതണം എന്ന് മാത്രം. ക്ലിയർ ആണല്ലോ. ശരി, നമുക്ക് 34ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 34, 35, 36 ഏകദേശം ഒരേപോലുള്ള ചോദ്യങ്ങളാണ് ഇവയൊക്കെ. നന്നായിട്ട് ശ്രദ്ധിക്കണം.
ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് കോസ് എക്സ് ഡി എക്സ് ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, ആൻസർ ചെയ്യുന്ന രൂപം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓരോ ചോദ്യത്തിലും ഓരോ ചോദ്യമല്ല പഠിക്കുന്നത്, പിന്നെയോ ഓരോ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള വഴികളാണ് പഠിക്കുന്നത്, മെത്തേഡുകളാണ് പഠിക്കുന്നത്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിനല്ല പ്രസക്തി, ഈ ചോദ്യത്തിൻ്റെ അപ്പുറത്തേക്ക് ഇതേപോലുള്ള ചോദ്യം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആലോചിക്കേണ്ടത്. ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും. സൈൻ എക്സിന് ടി എന്ന് കൊടുത്താൽ കോസ് എക്സ് ഡി എക്സ് ആരാവും? ഡി ടി ആവും അല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ ടി ക്യൂബ് ഡി ടി എന്നാവും. വെരി സിമ്പിളാ. ഇൻ്റഗ്രൽ ടി ക്യൂബ് ഡി ടി എന്താ? ടി റൈസ് ടു 4 നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ പെട്ടു. സബ്സ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ആണെങ്കിൽ 22 1 വരും. ഓക്കെ, അപ്പോൾ ടി റൈസ് ടു 4/4 പ്ലസ് സി. ആൻസർ എന്താ? സൈൻ റൈസ് ടു 4 x/4 പ്ലസ് സി. ടി എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ് അല്ലേ? ഇനി ഇവിടെ സൈൻ റൈസ് ടു 10x കോസ് എക്സ് ആണെങ്കിലും ഇത് ചെയ്യാം, സൈൻ റൈസ് ടു 100x കോസ് എക്സ് ആണെങ്കിലും നമുക്കിത് ചെയ്യാം, കോസ് റൈസ് ടു 100x സൈൻ എക്സ് ആണെങ്കിൽ ചെയ്യാം. ഓക്കെ, കോസ് റൈസ് ടു 50x സൈൻ എക്സ് ആണെങ്കിൽ ചെയ്യാം. അതൊക്കെ ഒരേ മെത്തേഡാണ്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 35 എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കൂ. 35 ചെറിയൊരു പ്രശ്നമുണ്ട്. സൈൻ ക്യൂബ് എക്സ് കഴിഞ്ഞിട്ട് കോസ് എക്സ് അല്ല, കോസ് സ്ക്വയർ എക്സ് ആണ്. നമുക്ക് എന്താ വേണ്ടത്? ഒരു ഫംഗ്ഷന് എത്ര വലിയ പവർ ആയാലും കുഴപ്പമില്ല. ഒരു ഫംഗ്ഷൻ സൈൻ എക്സ് ആണെങ്കിൽ സൈൻ എക്സ്, കോസ് എക്സ് ആണെങ്കിൽ കോസ് എക്സ്, ഒരു ഫംഗ്ഷൻ പവർ എന്തായാലും കുഴപ്പമില്ല. രണ്ടാമത്തെ ഫംഗ്ഷൻ ഒന്നുകിൽ സൈൻ എക്സ് ആണ് അല്ലെങ്കിൽ കോസ് എക്സ് ആണ്. എന്നാലേ ഈ ഒരു രൂപം നമുക്ക് നേരത്തെ ഉപയോഗിച്ച രൂപം ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കാൻ അവിടെ പറ്റില്ല, കാരണം സൈൻ എക്സിന് ടി കൊടുത്താലും കോസ് എക്സ് ഡി എക്സ് വരുള്ളൂ, കോസ് എക്സിന് ടി കൊടുത്താൽ സൈൻ എക്സ് ഡി എക്സ് വരുള്ളൂ. അതല്ലല്ലോ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അറിയാത്തൊരു കാര്യം എങ്ങനെ മാത്തമാറ്റിക്സിൽ ചെയ്യുക? അറിയുന്നതിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് വേണം? ഒരാളെ തനിച്ചാക്കണം. ഒന്നുകിൽ കോസ് എക്സിനെ തനിച്ചാക്കണം, അല്ലെങ്കിൽ സൈൻ എക്സിനെ തനിച്ചാക്കണം. ആരെ തനിച്ചാക്കാനാ സൗകര്യമെന്നറിയോ? സൈൻ എക്സിനെ തനിച്ചാക്കാം. അതായത് ഇങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ് നമ്മുടെ ചോദ്യം. ഇത് രണ്ടും ഒരേ സ്റ്റെപ്പാണ്, ഇത് വേറെ എഴുതേണ്ടതില്ല. അപ്പോൾ ഇൻ്റഗ്രൽ പറ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഓക്കെ, സൈൻ ക്യൂബ് എക്സിന് നമുക്ക് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എഴുതാമല്ലോ. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ബാക്കി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സൈൻ എക്സ് ഡി എക്സ് ആണ് ഡെറിവേറ്റീവ് വന്നത്. അപ്പോൾ കോസ് എക്സിനാണ് ടി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ കോസ് എക്സിന് ടി കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. സൈൻ എക്സിന് ഇവിടെ എല്ലാം ടി കൊടുക്കേണ്ടത് കോസ് എക്സിനല്ലേ. അപ്പോൾ സൈൻ സ്ക്വയർ എക്സിനെ കോസ് സ്ക്വയർ എക്സ് ആക്കാനുള്ള മാർഗ്ഗം നമ്മൾ വർഷങ്ങൾക്ക് 10ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയതല്ലേ. ആരാ സൈൻ സ്ക്വയർ എക്സ്? 1 - കോസ് സ്ക്വയർ എക്സ്. ആ ഒരു സ്റ്റെപ്പ് ഞാൻ മാറ്റി എഴുതി. 1 - കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇനി കോസ് എക്സിന് ടി കൊടുത്താൽ പോരെ? കോസ് എക്സും സൈൻ എക്സും മാത്രമായില്ലേ. കോസ് എക്സിന് ടി കൊടുത്താൽ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഡി ടി ആവും. 1 - ടി സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ, 1 - ടി സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ ഇൻറ്റു മൈനസ് ഡി ടി എന്ന് വരും. ഓക്കെ, സൈൻ എക്സ് ഡി എക്സ് ആണ് ഡി ടി. നമുക്ക് വേണ്ടത് മൈനസ് സൈൻ എക്സ് ഡി എക്സ് ആണ് ഡി ടി. നമുക്ക് വേണ്ടത് സൈൻ എക്സ് ഡി എക്സ്, മൈനസ് ഡി ടി ആയി. അതായത് ഇവിടെ ഡി ടി എന്ന് എഴുതിയാൽ ഇത് മൈനസ് ടി സ്ക്വയർ ആയി. മൈനസ് ടി സ്ക്വയറിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടി റേസ് ടു 4 മൈനസ് ടി സ്ക്വയർ. ഇതിനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇത് മൈനസ് ടി സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. മൈനസ് ടി സ്ക്വയർ ഇൻറ്റു മൈനസ് ടി സ്ക്വയർ ടി സ്ക്വയർ, മൈനസ് ടി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ. അപ്പോൾ ടി റേസ് ടു 4 മൈനസ് ടി സ്ക്വയർ എന്നായി മാറും. ഓക്കെ, വെരി സിമ്പിളാണ്. ജസ്റ്റ് മൈനസ് ഒന്ന് ക്യാരി ഓവർ ചെയ്തു. ആരാ ടി റേസ് ടു 4ൻ്റെ ഇൻ്റഗ്രൽ? ഈസി ആയില്ലേ. ടി റേസ് ടു 4ൻ്റെ ഇൻ്റഗ്രൽ ടി റേസ് ടു 5/5, ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ ടി റേസ് ടു 3/3. ഓക്കെ, ടിക്ക് പകരം എന്ത് കൊടുക്കുന്നു? കോസ് എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ആൻസർ ഫിനിഷ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ട രൂപം മനസ്സിലായല്ലോ. 1ൻ്റെ പവർ 3ഉം 1ൻ്റെ പവർ 2 ആണെങ്കിൽ, 1ൻ്റെ പവർ ഈവനും 1ൻ്റെ പവർ ഓടും ആണെങ്കിൽ നേരിട്ട് കോസ് എക്സ് സൈൻ എക്സ് ഒന്നും ഇല്ലെങ്കിൽ ഇതേപോലെ നമ്മളൊന്ന് ചിന്തിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 36 എങ്ങനെ ചെയ്യും? 36ാമത്തെ ചോദ്യം ഒന്ന് നന്നായിട്ട് നോക്കൂ. അത് വളരെ എളുപ്പമായിട്ട് അങ്ങ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം അല്ലേ? എന്താ 36 ചെയ്യാനുള്ള മാർഗം? സ്വന്തമായിട്ട് ചിന്തിക്കലാണ് ഏറ്റവും പ്രധാനം വേണ്ടത്. ഞാൻ പറയുന്നതിന് മുന്നേ ആൻസർ മനസ്സിലാവുക. ഓക്കെ, ആരാ സൈൻ ക്യൂബ് എക്സ്? സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ എക്സ് എഴുതിക്കൂടെ? ആരാ സൈൻ സ്ക്വയർ എക്സ്? 1 - കോസ് സ്ക്വയർ എക്സ്. കോസ് എക്സിന് ടി കൊടുത്താൽ നേരത്തെ അതേപോലെ വന്നില്ലേ? അപ്പോൾ എന്ത് വരും? ഈ മൈനസ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയർ -1 നേരെ തിരിച്ചു വരും. ഓക്കെ, ടി റേസ് ടു 3/3 മൈനസ് ടി ആണ് 1ൻ്റെ ഇൻ്റഗ്രൽ ടിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ടി എന്നാണ്. അപ്പോൾ ടിക്ക് പകരം എന്ത് കൊടുക്കുന്നു? നമ്മൾ കോസ് എക്സ് കൊടുക്കുന്നു. കോസ് ക്യൂബ് എക്സ് ബൈ 3 മൈനസ് കോസ് എക്സ് പ്ലസ് സി. സൈൻ ക്യൂബ് എക്സ് ചെയ്ത് കണ്ടോ? അപ്പോൾ ഇനി കോസ് ക്യൂബ് എക്സ് ചോദിച്ചാലോ? കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് എക്സ് എഴുതണം. കോസ് സ്ക്വയർ എക്സിനെ 1 - സൈൻ സ്ക്വയർ എക്സ് ആക്കണം. മനസ്സിലായില്ലേ? പ്രയാസമുണ്ടോ? വളരെ ഈസി അല്ലേ? ശരി, അതുപോലെ മനസ്സിലാക്കുക. സൈൻ റേസ് ടു 5x ചോദിച്ചാലോ? സൈൻ റേസ് ടു 4x ഇൻറ്റു സൈൻ എക്സ് എഴുതുക.
ഈസിയാണ് അതൊക്കെ. ഓക്കെ, സൈൻ റേസ് ടു 4x സൈൻ സ്ക്വയർ എക്സിന് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതുക, എന്നിട്ട് കോസ് എക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യാം. ഓക്കെ, ഒരു മാർഗ്ഗമാണ്, വേറെയും മാർഗ്ഗമുണ്ട്. ഒരു മാർഗ്ഗം ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 37ാമത്തെ ചോദ്യം. ഇത് എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ആകണമെന്നില്ല, ട്രിഗ്നോമെട്രിക് സിംപ്ലിഫിക്കേഷനും ഉണ്ടാവും. ട്രിഗ്നോമെട്രിക് സിംപ്ലിഫിക്കേഷൻ, ട്രിഗ്നോമെട്രിയെ കുറിച്ച് ഞാൻ മുമ്പ് എന്താ പറഞ്ഞത്, നമ്മോട് ചോദിക്കാതെ വരുന്ന ഗസ്റ്റാണ് മാത്തമാറ്റിക്സിൽ എന്ന് അല്ലേ. എല്ലാ സ്ഥലത്തും ട്രിഗ്നോമെട്രി വരും. അപ്പോൾ ആദ്യത്തെ ചോദ്യം 37ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ബേസിക് ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റി ഉണ്ട്. 1 - cos x / 1 + cos x തന്നെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതില്ലെങ്കിൽ 1 - cos x പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ, കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആരാ 1 - cos x? 2 sin square x / 2. ആരാ 1 + cos x? 2 cos square x / 2. ഓക്കെ, ഇത് മനസ്സിലുണ്ടായിരിക്കണം മായാതെ. അപ്പോൾ 1 - cos x പകരം 2 sin square x / 2, 1 + cos x പകരം 2 cos square x / 2 ഞാൻ റീപ്ലേസ് ചെയ്തു. 2 ക്യാൻസൽ ചെയ്തു. sin square x / 2 cos square x / 2 tan square x / 2 ആണ്. ഇത് അല്ലാതെ തന്നെ ഇത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. 1 - cos / 1 + cos x = tan square x / 2 എന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഇങ്ങനെ റീപ്ലേസ് ചെയ്തിട്ടെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടെങ്കിലും നമുക്ക് ഇവിടെ എത്തണം. ഓക്കെ, ഇന്റഗ്രൽ ടാൻ സ്ക്വയർ കേട്ടിട്ടുണ്ടോ? ഇന്റഗ്രൽ ടാൻ സ്ക്വയർ ഏതിൻ്റെ ഒക്കെ സ്ക്വയർ അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. സീക്ക് സ്ക്വയർ എക്സ്, കൊസീക്ക് സ്ക്വയർ എക്സ് അല്ലേ, അതെല്ലാവർക്കും അറിയാം. 22 റിസൾട്ടിൽ പെട്ടതാ. പിന്നെയോ ടാൻ സ്ക്വയർ എക്സ്, കോട്ട് സ്ക്വയർ എക്സ് കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ടാൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ സീക്ക് സ്ക്വയർ എക്സ് -1 മാറ്റിയാൽ മതി. കോട്ട് സ്ക്വയർ ആണെങ്കിൽ കൊസീക്ക് സ്ക്വയർ എക്സ് -1 മാറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടാൻ സ്ക്വയർ അല്ലേ, ടാൻ സ്ക്വയർ നമുക്ക് സീക്ക് സ്ക്വയർ -1 മാറ്റാലോ. സീക്ക് സ്ക്വയർ x / 2 -1 ഞാൻ മാറ്റി. ആരാ സീക്ക് സ്ക്വയറിന്റെ ഇന്റഗ്രല്? സീക്ക് സ്ക്വയറിന്റെ ഇന്റഗ്രൽ ആരാ? ടാൻ എക്സ്. പക്ഷേ സീക്ക് സ്ക്വയർ എക്സ് അല്ല, ഇവിടെ സീക്ക് സ്ക്വയർ x / 2 ആണ്. അത് നമ്മൾ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. x + b വരുന്ന കേസിൽ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യുക? tan x / 2 മാത്രം എഴുതിയാൽ മതിയോ? tan x / 2 / 1/2 - x + c എന്ന് വരും. tan x / 2 എക്സിന്റെ കോയിഫിഷ്യന്റ് 1/2 ആണ്, അത് /1/2 - x + c. /1/2 എന്ന് പറയുന്നത് 2 അല്ലേ, അപ്പോൾ 2 tan x / 2 - x + c എന്ന് കിട്ടും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടോ, നന്നായിട്ട് പഠിക്കണം. 2 tan x / 2 - x + c കിട്ടിയല്ലോ. 38ാമത്തെ ചോദ്യം സ്വന്തമായിട്ട് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഒന്ന് പറഞ്ഞു നോക്കൂ. 38ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഈ രൂപത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും അറിയില്ല. ഇതിപ്പോൾ ഡിഫറൻസിയേഷൻ ആണെങ്കിൽ ഇതൊക്കെ ഒരേപോലെ ചെയ്യാം. ഒക്കെ ക്വസ്റ്റ്യൻ റൂൾ അങ്ങ് കൊടുത്താൽ മതി, എന്തായാലും ആൻസർ കിട്ടും. പക്ഷേ ഇൻ്റഗ്രേഷന് ചോദ്യത്തിൻ്റെ ഘടന ഒന്നായാലും കാണുമ്പോൾ ഒരേപോലെ ആയാലും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വഴികളിൽ വ്യത്യസ്തത ഉണ്ടാകും. ഓക്കെ, ഇൻ്റഗ്രൽ sin square / 1 + cos x dx എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? എത്ര പേർക്ക് ഐഡിയ കിട്ടി? പറയൂ. ഇന്റഗ്രൽ sin square x / 1 + cos x dx എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? യെസ്, ഒരുപാട് ആളുകളൊക്കെ പറഞ്ഞു. കാരണം നേരത്തെ ഇതേ റിസൾട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ആരാ sin square x? 1 - cos square x. sin square x 1 - cos square x എന്ന് എഴുതിക്കൂടെ? ഇത് a² - b². മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? 12ാം ക്ലാസ് നമ്മൾ പഠിക്കുമ്പോൾ LKG മുതൽ 12 വരെയുള്ള സകല കാര്യങ്ങളും ഉപയോഗിക്കും. അതാണ് മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കി ഒരു സബ്ജക്റ്റിനും അങ്ങനെ പ്രത്യേകത ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ചെറിയ ക്ലാസ് മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ഉപയോഗിച്ച 10th ആണ്. 1 - cos square x ഉപയോഗിച്ചു. ഇനിയോ a² - b². 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി a² - b² = a - b × a + b. ഇത് 1 - 1² - cos square x എന്നാണ്. അപ്പോൾ 1 - cos x × 1 + cos x എന്ന് മാറ്റി എഴുതാം. ഓക്കെ, a² - b² എന്നുള്ള ഐഡന്റിറ്റി ഉപയോഗിച്ചു. എന്ത് സംഭവിച്ചു? 1 + cos x ക്യാൻസൽ ചെയ്തു. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഇൻ്റഗ്രൽ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമിലെത്തി. ഓക്കെ, 1 + cos x ക്യാൻസൽ ചെയ്തു. ബാക്കി 1 - cos x ആ ഉള്ളത്. 1 - cos x dx. ആരാ 1ന്റെ ഇൻ്റഗ്രൽ? x. cos x ൻ്റെത് sin x. അപ്പോൾ x - sin x + c. വെരി ഈസി അല്ലേ? ഈ ഒരു ടെക്നിക്ക് മനസ്സിലേക്ക് വരണം. അപ്പോൾ ഇവിടെ sin square x ആകുമ്പോൾ എങ്ങനെ ചെയ്തു? ഈ cos square x ആണ്, താഴെ 1 + sin x ആണ്. അങ്ങനെയാണെങ്കിലും നമുക്ക് 1 - sin square x വെച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. 39ാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള അതിപ്രധാനമായ ഒരു ചോദ്യമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 39. എന്താ ഈ ചോദ്യത്തിൻ്റെ പ്രശ്നം? ആകെ നമുക്കിവിടെ പരിചയമുള്ളത് sin x + a. ആരാ sin x + a? sin a + b. ആരാ sin a + b? sin a cos b + cos a sin b. അങ്ങനെ ഒരു റിസൾട്ട് മാത്രമേ പരിചയമുള്ളൂ അല്ലേ. പക്ഷേ ഡിനോമിനേറ്റർ വലുതാക്കുന്നത് ഭൂഷണമാണോ? അല്ല. ഡിനോമിനേറ്റർ വലുതായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിനോമിനേറ്ററിനെ ചെറുതാക്കുക, ന്യൂമറേറ്റർ വലുതാക്കുക, എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ x + a പകരം നമുക്ക് t കൊടുക്കാം. ഇതിനെ ചെറുതാക്കാൻ വേണ്ടി x + a നമുക്ക് t അങ്ങ് കൊടുക്കാം, t. അപ്പോൾ x എന്തായിട്ട് മാറും? dx എന്താവും? dt ആവും. അത് സിമ്പിൾ ആണല്ലോ, dx dt ആവും. x എന്തായിട്ട് മാറും? x = t - a ആവും.
എക്സ് ടി മൈനസ്. ഈ മാറ്റങ്ങൾ ഇവിടെ കൊടുത്താലോ, ഡി എക്സിന് പകരം ഡി ടി എന്ന് കൊടുക്കുന്നു, എക്സ് പ്ലസ് എക്ക് പകരം ടി എന്ന് കൊടുക്കുന്നു, എക്സിന് പകരം ടി മൈനസ് എ എന്ന് കൊടുക്കുന്നു. ആ മാറ്റങ്ങൾ ഞാനിവിടെ കൊടുത്തു. ഓക്കെ, ഇത് ഡിനോമിനേറ്റർ സിംഗിൾ ടേം ആയില്ലേ. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകി ഈ ഇൻ്റഗ്രലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ് എന്ന് നമുക്ക് ഇത്രയും ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി. ഇത് സൈൻ എ മൈനസ് ബി എന്നുള്ള ഫോർമുല. സൈൻ എ മൈനസ് ബി. ആരാ സൈൻ എ മൈനസ് ബി? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. അതൊക്കെ പറയുന്നതിൽ അശേഷം താമസം പാടില്ല. ഓക്കെ, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി, സൈൻ ടി കോസ് എ മൈനസ് കോസ് ടി സൈൻ എ, അല്ലേ? വേറൊരു മാറ്റം വരുത്തിയിട്ടില്ല, ആ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. ഇനി സിമ്പിളായില്ലേ. ഡിനോമിനേറ്ററിൽ ഒരു ടേം ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. സൈൻ ടി ക്യാൻസൽ ചെയ്തു, ബാക്കി കോസെ. സൈൻ ടി ക്യാൻസൽ ചെയ്തു, ബാക്കി കോസെ. പിന്നെ കോസ് ടി ബൈ സൈൻ ടി, കോട്ട് ടി, അല്ലേ? കോസ് ടി ബൈ സൈൻ ടി ആരാ? കോട്ട് ടി ഇൻറ്റു സൈൻ എ. അതാണ് അടുത്ത സ്റ്റെപ്പ്. കോസെ ദെൻ സൈൻ എ ഇൻറ്റു കോട്ട് ടി, അല്ലേ? ശരി, ആരാ കോസയുടെ ഇൻ്റഗ്രല്? എല്ലാവരും പറയണേ. പറഞ്ഞിട്ട് തെറ്റിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ കാണുന്നില്ലല്ലോ, നേരിട്ടല്ലല്ലോ. കോസയുടെ ഇൻ്റഗ്രൽ ആരാ? സൈനെ എന്ന് പറഞ്ഞോ. കോസയുടെ ഇൻ്റഗ്രൽ സൈനെ എന്ന് പറഞ്ഞോ. ഓക്കെ, ഇനി അടുത്ത ടൈമിൻ്റെ ഇൻ്റഗ്രൽ എന്താ? സൈനെ കോസ്റ്റിൻ്റെ ഇൻ്റഗ്രൽ സൈനേൻ്റെത് പിന്നെ മൈനസ് കോസെ, അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനൊന്നും പറയരുത് കേട്ടോ. കാരണം ഇത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ്, ഓരോന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ നിയമമില്ല. ഓക്കെ, മാത്രമല്ല നിങ്ങൾ കോസേൻ്റെ ഇൻ്റഗ്രൽ സൈനെ എന്ന് പറഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇവിടെ ടീയിലാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. കോസെ കോൺസ്റ്റൻ്റാ, മറക്കരുത്. കോസെ സൈനെ കോൺസ്റ്റൻ്റാ. ഇവിടെ വേരിയബിളായിട്ട് ടി മാത്രമേ ഉള്ളൂ. ഒരു വേരിയബിൾ ഉള്ളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനേ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആരാ വേരിയബിൾ എന്ന് മനസ്സിലാക്കാൻ ഡി ടി എന്ന് എഴുതുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ ടിയാ. അതുകൊണ്ട് തന്നെ കോസയും സൈനയും ഒക്കെ കോൺസ്റ്റൻ്റാ. അപ്പോൾ കോസെ ഇൻറ്റു ഇൻ്റഗ്രൽ 1dt മൈനസ് സൈനെ ഇൻറ്റു ഇൻ്റഗ്രൽ കോട്ടി ഡി ടി. അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് വരിക. കോസെ ഇൻറ്റു ഇൻ്റഗ്രൽ 1dt മൈനസ് സൈനെ ഇൻറ്റു ഇൻ്റഗ്രൽ കോട്ടി ടി ഡി ടി. ആരാ 1ൻ്റെ ഇൻ്റഗ്രൽ? ടിയിലല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടി, അല്ലേ, മൈനസ് സൈനെ ഇൻറ്റു, അല്ലേ, കോട്ടി ടിയുടെ ഇൻ്റഗ്രൽ എന്താ? കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ പഠിച്ചാൽ മതി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ റിസൾട്ട്, അല്ലേ? കോട്ടെക്സിൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. അപ്പോൾ കോട്ട് ടി ആകുമ്പോൾ ലോഗ് മോഡ് സൈൻ ടി പ്ലസ് സി. ഇങ്ങനെ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു റിസൾട്ട് വരുന്ന പോലെ നിങ്ങൾക്ക് വരണമെങ്കിൽ ആദ്യം നിങ്ങളിത് മനസ്സിൽ വെക്കണം. മനസ്സിൽ വെക്കുന്ന സമയത്തെ ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിന്ന് പുറത്ത് വരുള്ളൂ. മനസ്സ് വളരെ വിശാലമാണ്. ലാപ്ടോപ്പിന് പരിമിതികളുണ്ട്, അല്ലേ? സിസ്റ്റത്തിന് പരിമിതികളുണ്ട്, മൊബൈലിന് പരിമിതികളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ ലോഡ് ചെയ്യിക്കാൻ പറ്റില്ല. മനസ്സ് വിശാലമല്ലേ, എത്ര കാര്യങ്ങൾ നമുക്ക് ലോഡ് ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ ലോഗ് മോഡ് സൈൻ എക്സ്, അപ്പോൾ ഇവിടെ ലോഗ് മോഡ് സൈൻ ടി എന്ന് വരും. അപ്പോൾ എന്താ വരിക? കോസെ ഇൻറ്റു ടി മൈനസ് സൈനെ ഇൻറ്റു ലോഗ് മോഡ് സൈൻ ടി പ്ലസ് സി. ടിക്ക് പകരം, ടി നമുക്ക് അറിയുന്നതല്ലല്ലോ, ടിക്ക് പകരം എന്ത് കൊടുക്കാം? ചോദ്യത്തിലില്ലാത്തതാ, എക്സ് പ്ലസ് എ എന്ന് കൊടുക്കാം. അപ്പോൾ കോസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ, അല്ലെങ്കിൽ എക്സ് പ്ലസ് എ ഇൻറ്റു കോസ് എ മൈനസ് സൈൻ ഇൻറ്റു ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് എ പ്ലസ് സി. അതിപ്രധാനമായ ഒരു ചോദ്യമാണ്. എല്ലാവരും വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. കിട്ടിയോ? കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട, ടെക്സ്റ്റ് ബുക്കിൽ വർക്ക്ഡ് ഔട്ട് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇനിയും ഇതിനെ ചെറുതാക്കൊക്കെ ചെയ്യാം. തൽക്കാലത്തിന് ഇവിടെ നിർത്താം നമുക്ക്. ശരി, അടുത്ത കുറച്ച് ചോദ്യങ്ങൾ. 40, 41, 42. ചോദ്യത്തിൻ്റെ ഘടന കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, എല്ലാം സെയിമാണ്. എല്ലാ ചോദ്യങ്ങളും ഏകദേശം ഒരേപോലെയാണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇൻ്റഗ്രൽ 1/1 പ്ലസ് ടാൻ എക്സ്, ഇൻ്റഗ്രൽ 1/1 പ്ലസ് കോട്ട് എക്സ്, ഇൻ്റഗ്രൽ 1/1 മൈനസ് ടാൻ എക്സ്. സത്യത്തിൽ 40 മാത്രം ചെയ്താൽ മതി. എന്താ കാര്യം? 40 ചെയ്താൽ അതേ മെത്തേഡാ ബാക്കിയുള്ളതൊക്കെ. അപ്പം 40 ഞാൻ കുറച്ച് സമയം എടുത്ത് പറയാം, മറ്റത് പെട്ടെന്ന് പറയും. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ശരി, ഇൻ്റഗ്രൽ 1/1 പ്ലസ് ടാൻ എക്സ്. ഒരു ഫംഗ്ഷനും ഡെറിവേറ്റീവ് ഒക്കെ കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ഉണ്ടോ? ഇല്ല. ടാൻ എക്സ് ആണെങ്കിൽ സീക്ക് സ്ക്വയർ എക്സ് ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. മുകളിൽ ഇപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ഉണ്ടെങ്കിൽ വെരി ഈസിയാ ക്വസ്റ്റ്യൻ. 1 പ്ലസ് ടാൻ എക്സിന് ടി അങ്ങ് കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ ഇല്ല, കാണുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാണുന്നില്ലെങ്കിൽ കാണിക്കണം, അല്ലേ? ഫംഗ്ഷനും ഡെറിവേറ്റീവിനും കാണിക്കണം. അതിൽ കാണിക്കാൻ നമുക്ക് ഇവിടെ ആകെ അറിയുന്നത് എന്താ? ടാൻ എക്സിനെ സൈനസ് ബൈ കോസസ് എഴുതാൻ പറ്റുന്നല്ലേ അറിയുന്നുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അറിയുന്നതിൽ വെച്ച് തുടങ്ങാം. ടാൻ എക്സിനെ സൈനസ് ബൈ കോസസ് എന്ന് എഴുതാം. ഞാനങ്ങനെ എഴുതി, സൈനസ് ബൈ കോസക്സ് എന്ന് ടാൻ എക്സിനെ എഴുതി. ഇനി എന്താ നമുക്ക് ഇങ്ങനെ കണ്ടാൽ ചെയ്യാൻ പറ്റുക? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലേ? കോസസ് പ്ലസ് സൈനസ് ബൈ കോസസ്. ആ കോസക്സിന് മുകളിലേക്ക് എഴുതിയാൽ ഇൻ്റഗ്രൽ കോസസ് ബൈ കോസസ് പ്ലസ് സൈനസ് ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമ്മുടെ ഇപ്പോൾ പ്രസന്റ് ഇൻ്റഗ്രൻ്റ് ആരാ? കോസക്സ് ബൈ കോസക്സ് പ്ലസ് സൈനസ്. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യൽ എങ്ങനെ നമുക്ക് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അങ്ങനെ നോക്കിയിരുന്നാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ കോസക്സ് അല്ലേ, ഇവിടെ കോസസ് പ്ലസ് സൈനസ്. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് സൈനക്സും കൂടെ ഞാനങ്ങ് ആഡ് ചെയ്താലേ, ഇവിടെ ഒരു പ്ലസ് സൈനസ് ഒന്ന് ആഡ് ചെയ്താലേ താഴെ പോലെ തന്നെ മുകളിലും വരൂലേ?
പക്ഷെ നമുക്ക് പ്ലസ് സൈനസ് ആഡ് ചെയ്യാൻ പറ്റുമോ? വ്യത്യാസം വരും അല്ലേ? ഇവിടെ താഴെ പോലെ മുകളിൽ ഉണ്ടാക്കുക ഒരു പ്ലസ് സൈനസ് ആഡ് ചെയ്താൽ മതി. വ്യത്യാസം വരുത്താതിരിക്കാനോ ആഡ് ചെയ്ത് സൈനസും കുറച്ചാൽ പോരെ. അതായത് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് എന്ന് എഴുതാം. ഓക്കെ, ബൈ കോസ് എക്സ് പ്ലസ് സൈനസ്. അങ്ങനെ എഴുതിയാൽ കാര്യമായിട്ട് ഒരു ചേഞ്ചും വന്നിട്ടില്ല. സൈനസും ക്യാൻസൽ ചെയ്തു. അപ്പോൾ കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈനസ് തന്നെ. ഇപ്പോഴെന്തായി? കോസ് എക്സ് പ്ലസ് സൈനസ് പോലെ കോസ് എക്സ് പ്ലസ് സൈനസ് വന്നു. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ഈ രണ്ട് ടേമും ഈ ടേമും ക്യാൻസൽ ചെയ്യുമ്പോൾ 1 കിട്ടും അല്ലേ? ഇനി പക്ഷേ ഈ ഒരു ടേം ഇതിനും കൂടി ബാധകമാണ്. ഈ ഒരു ഭാഗം മാത്രം സ്പ്ലിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് ഇവിടെ 1 കിട്ടും. പിന്നെന്താ ബാക്കിയുള്ളത്? മൈനസ് സൈനസ് ബൈ കോസ് എക്സ് പ്ലസ് സൈനസ് ആയി. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈനസ്. അപ്പോൾ എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? നോക്കൂ നിങ്ങൾ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ മൈനസ് സൈൻ എക്സ്? കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഈ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവും കൂടെ മുകളിലുണ്ടെങ്കിൽ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ആൻസർ എത്തുമല്ലോ. ആരാ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്? കോസ് എക്സ്. അപ്പോൾ ഇവിടെ പ്ലസ് കോസ് എക്സ് കൂടി ഉണ്ടെങ്കിൽ സംഭവം ഉഷാറായി, ആൻസറായി അല്ലേ? അപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇനി സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ടാക്കുക. ആരാ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്? കോസ് എക്സ്. അപ്പോൾ ഞാൻ ഒരു പ്ലസ് കോസ് എക്സ് ചെയ്യാം. അപ്പോൾ ഒരു കോസ് എക്സ് പ്ലസ് കോസ് എക്സ് ഞാൻ ചെയ്യുമ്പോൾ എന്ത് മാറ്റാൻ ന്യൂമറേറ്ററിൽ വരിക നോക്കൂ. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. അപ്പോൾ എത്ര കോസ് എക്സ് ആയി? 2 കോസ്. ഇവിടെ എത്ര കോസ് എക്സേ ഉള്ളൂ? 1. ഇതും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ 1 ഇവിടെ 2. അത് പറ്റുമോ? പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 1/2 ചെയ്താൽ പോരെ. അപ്പോൾ 2 എന്നുള്ള ക്യാൻസൽ ചെയ്യൂലേ? യെസ്. നോക്കൂ, 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ. ഞാൻ ചെയ്ത കാര്യം കോസ് എക്സ് പ്ലസ് സൈനസ് മുകളിലുള്ളതാണ്, മൈനസ് സൈനസ് മുകളിലുള്ളതാണ്. ഒരു കോസ് എക്സ് കൂടി ആഡ് ചെയ്തു. അപ്പോൾ എത്ര എന്ത് വന്നു? സൈനസും ക്യാൻസൽ ചെയ്തു. 2 കോസ് എക്സ് വന്നു. ആ 2 ക്യാൻസൽ ചെയ്തപ്പോൾ ആദ്യത്തെ കോസ് എക്സ് തന്നെ വന്നില്ലേ? അപ്പോൾ എന്താ അവിടെ ചെയ്യേണ്ടത്? ആദ്യം ഡിനോമിനേറ്റർ എന്താണോ അതേപോലെ ന്യൂമറേറ്റർ ചെയ്താൽ. മനസ്സിലായോ? പിന്നെ അങ്ങനെ എഴുതുമ്പോൾ ഒരു എക്സ്ട്രാ ടേം ഉണ്ടാവും. ആ ടേം ഇവിടെ ഉള്ള 2 ഫംഗ്ഷൻ്റെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആവും. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് നമ്മൾ ഇവിടെ എഴുതാം. സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ള ടേം 2 തവണ ആവർത്തിക്കും. അപ്പോൾ 1/2 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡാണ് പഠിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മെത്തേഡാണ് പഠിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായോ? ഇനി സ്പ്ലിറ്റ് ചെയ്താൽ മതി. സത്യത്തിൽ ബ്രാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ബ്രാക്കറ്റ് ഇല്ലെങ്കിലും മാത്തമാറ്റിക്കലി ഒരു കുഴപ്പമില്ല. എന്തിനാ ബ്രാക്കറ്റ് ഇട്ടത്? ഇവിടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോകാമെന്ന് കാണിക്കാൻ വേണ്ടി. കോസ് എക്സ് പ്ലസ് സൈനസ് ബൈ കോസ് എക്സ് പ്ലസ് സൈനസ് 1, ദെൻ പ്ലസ് മൈനസ് സൈനസ് പ്ലസ് കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈനസ്. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് 1 ആയി. പിന്നെ ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അല്ലേ? എന്താ 1ന്റെ ഇൻ്റഗ്രല്? എക്സ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവാ മൈനസ് സൈനസ്, സൈനസിന്റെ ഡെറിവേറ്റീവാ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് എഫ് ഡാഷ് എക്സ് താഴെ എഫ് ഓഫ് എക്സ്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം ആരാ? എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി അല്ലേ? അപ്പം എന്തായി? 1/2 ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സൈനസ് പ്ലസ് സി. ഓക്കെ, ഈ ഒരു റിസൾട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചു. 1/2 ഇൻറ്റു എക്സ് പ്ലസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സൈനസ് പ്ലസ് സി. അടിപൊളി ക്വസ്റ്റൻ ആണ്, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ഇതേ ചോദ്യമാണ് 41. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, കോട്ടക്സിനെ കോസസ് ബൈ സൈനക്സ് ആക്കുക, ആഡ് ചെയ്യുക. താഴെ സൈനസ് പ്ലസ് കോസസ് പോലെ മുകളിൽ എഴുതുമ്പോൾ ഒരു കോസക്സിനെ ആഡ് ചെയ്യേണ്ടത് അല്ലേ? എന്നിട്ട് കോസക്സിനെ സബ്ട്രാക്ട് ചെയ്യുക. ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നോക്കൂ, സൈനക്സിന്റെ ഡെറിവേറ്റീവ് ആണോ മൈനസ് കോസെക്സ്? സൈനസിന്റെ ഡെറിവേറ്റീവ് കോസക്സ് അല്ലേ? ഇവിടെ മൈനസ് ആണത്. വിഷമിക്കണ്ട, കോസസ് ഡെറിവേറ്റീവ് മൈനസ് സൈനസ് അല്ലേ? ആ മൈനസിന് ഇവിടെ സൈനസിന് പകരം സൈനസിന്റെ ഡെറിവേറ്റീവ് കോസക്സാ വേണ്ടത്. അതിന് പറഞ്ഞാൽ മൈനസ് കോസക്സ് ആയി എഴുതിയത്. അപ്പൊ പിന്നെ കോസസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈനസാ വേണ്ടത്. പകരം എന്ത് എഴുതാം? നേരെ തിരിച്ചെഴുതിയാൽ മതി, പ്ലസ് എഴുതാം. ഓക്കെ, പ്ലസ് സൈനസ് എഴുതാം. അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. അങ്ങനെ പ്ലസ് സൈനസ് എഴുതുമ്പോൾ 2 സൈനസ് വരും. അപ്പോൾ ആ 2 സൈനസ് ക്യാൻസൽ ചെയ്യും, 1/2 കൊണ്ട് ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇനി നേരത്തെ പോലെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തു ഞാൻ. സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സൈനക്സിൻ്റെ ഡെറിവേറ്റീവ് കോസക്സ് ആണ്, കോസക്സിൻ്റെത് മൈനസ് സൈനസ് ആണ്. പക്ഷേ രണ്ടും തിരിച്ചുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്താൽ ഇത് മൈനസ് എഫ് ഓഫ് എക്സ് ആവും, അല്ലെങ്കിൽ ഇതിന് ടി എന്ന് കൊടുത്താൽ ഇത് മൈനസ് ഡി ടി ആവും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് വരും, ഇതിൻ്റെ ഇൻ്റഗ്രലോ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് എന്നുള്ളതിന് പകരം മൈനസ് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് എന്നാവും. കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ നെഗറ്റീവ് ന്യൂമറേറ്ററിലുള്ളത്. ഓക്കെ, ഈ റിസൾട്ട് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ഈ പ്ലസിന് പകരം എന്ത് വരും? മൈനസ് വരും. മനസ്സിലായല്ലോ? ഇനി 42ാമത്തെ ചോദ്യം കൂടി നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം. ഇനി കൂടുതൽ പറയണ്ടല്ലോ. ദാ ഇവിടേക്ക് എത്തി. ഇതേപോലെ മുകളിൽ എഴുതാം. അപ്പോൾ കോസസ് മൈനസ് സൈനസ് എന്ന് എഴുതും. അപ്പോൾ ഒരു പ്ലസ് സൈനസ് ചെയ്യാം. കോസസ് മൈനസ് സൈനസ് പ്ലസ് സൈനസ്. ഓക്കെ, ഇനി കോസക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈനക്സാ അല്ലേ? മൈനസ് സൈൻ. അപ്പോൾ നേരെ തിരിച്ചാണ് സൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ മൈനസ് സൈനസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസക്സ് ആണ്. അപ്പോൾ ഒരു പ്ലസ് കോസക്സ് ചെയ്യാം. ഓക്കെ, പ്ലസ് കോസക്സ്. ഇതിനെ തിരിച്ചു വന്നുകൊണ്ട് ഇതും തിരിച്ചെഴുതാം.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് ആണ്, മൈനസ് സൈൻ എക്സിൻ്റെത് പിന്നെ ശരിക്കും വേണ്ടത് മൈനസ് കോസ് എക്സ് ആണ്, ഇവിടെ പ്ലസ് ആണത്. അപ്പോൾ നമുക്കൊരു നേരത്തെ ചെയ്ത അതേ ഇതിന് എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്താൽ ഇത് മൈനസ് എഫ് ഓഫ് എക്സ് ആയി. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി സൗകര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ നടുവിൽ മൈനസ് ആക്കി, എന്നിട്ട് ഇത് രണ്ടും മൈനസ് ആക്കി. അപ്പോൾ മൈനസും 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 കൂടി പ്ലസ് ആയില്ലേ, സെയിം ആയില്ലേ. അപ്പോൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച മെത്തേഡ്, ഇത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇത് എഫ് ഡാഷ് എക്സ് ആണ്. അപ്പോൾ ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ചെയ്യുക. അപ്പോൾ എക്സ് മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് സി എല്ലാം ഒരേ മെത്തേഡാണ്. ഇപ്പോൾ ഇത് ഒരാളെ ചെയ്യാൻ ബാക്കിയുള്ളൂ. ഇതിൽ 1/1 മൈനസ് കോട്ട് എക്സ്, അത് ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരാം കേട്ടോ. അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു കുറച്ച് ചോദ്യങ്ങൾ ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും. നിങ്ങൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് സീക്ക് സ്ക്വയർ എക്സ്, കൊസീക്ക് സ്ക്വയർ എക്സ്, ടാൻ സ്ക്വയർ എക്സ്, കോട്ട് സ്ക്വയർ എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് കൂടുതൽ പരിചയമുള്ള രണ്ടാൾക്കാർ സൈനും കോസും ആണല്ലോ. സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അറിയുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അത് തീർക്കാൻ പോവാം. സൈൻ സ്ക്വയർ എക്സ് നമുക്ക് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും നോക്കൂ. സൈൻ സ്ക്വയർ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ +1 പഠിച്ചിട്ട് ട്രിഗ്നോമെട്രി ഉപയോഗിക്കണം. ആരാ സൈൻ സ്ക്വയർ എക്സ്? 1 മൈനസ് കോസ് 2x/2 കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് എന്നുള്ളതിന് പകരം ഇൻ്റഗ്രൽ 1 മൈനസ് കോസ് 2x/2 എന്ന് എഴുതാം. ഓക്കെ, 1 മൈനസ് കോസ് 2x 2 സൈൻ സ്ക്വയർ എക്സ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അത് 1 മൈനസ് കോസ് 2x/2. ഓക്കെ, ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വല്ല പ്രയാസമുണ്ട്. ഇത് +1 പഠിച്ച റിസൾട്ടാണ്. 1/2 ഞങ്ങൾ പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ 1 മൈനസ് കോസ് 2x dx എന്ന് എഴുതുക. 1ന്റെ ഇൻ്റഗ്രൽ എക്സ്, കോസ് 2xന്റെ സൈൻ 2x ഡിവൈഡ് ബൈ 2. ഓർക്കുന്നില്ലേ എക്സ് പ്ലസ് ബി വരുമ്പോൾ ചെയ്യേണ്ട കാര്യം? അപ്പോൾ 1/2 x മൈനസ് സൈൻ 2x ഡിവൈഡ് ബൈ 2 പ്ലസ് വെരി ഈസി. കോസ് സ്ക്വയർ എക്സ് ആരാ? 1 മൈനസ് എന്നുള്ള 1 പ്ലസ് ആക്കിയാലും മതി. ഓക്കെ, കോസ് സ്ക്വയർ എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 പ്ലസ് കോസ് 2x/2 +1 പഠിച്ച റിസൾട്ട്. അത് ഇൻറ്റഗ്രേഷൻ അല്ല, +1 അല്ല ട്രിഗ്നോമെട്രിയാണ്. 1/2 പുറത്തെടുത്തു, എക്സ് പ്ലസ് സൈൻ 2x/2 എന്ന് എഴുതി. വെരി ഈസിയാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഈ രണ്ട് റിസൾട്ട് പഠിച്ചാൽ മതി. ഈ രണ്ട് റിസൾട്ട് +1 പഠിച്ച റിസൾട്ട് ഇത് ബൈ ഹാർട്ട് ചെയ്യുക. ഈ രണ്ട് റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്താൽ ഇത് വെരി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ബൈ ഹാർട്ട് ചെയ്യാന്ന് പറയണ്ട, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. +1 ബൈ ഹാർട്ട് ചെയ്ത കാര്യം അത്. ഓക്കെ, സൈൻ സ്ക്വയർ എക്സും അതുപോലെ കോസ് സ്ക്വയർ എക്സും ഒക്കെ +1 പഠിച്ചതാ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. കോസ് സ്ക്വയർ 2x + 5 അല്ലേ? അതിനും ഇതേ റിസൾട്ട് തന്നെ മതി. നോക്കൂ, കോസ് സ്ക്വയർ 2x + 5. അടുത്ത ക്വസ്റ്റ്യൻ, കോസ് സ്ക്വയർ എക്സ് ആണെങ്കിൽ എന്താ? 1 + cos 2x/2. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ ആണെങ്കിലോ 1 + cos 2θ/2. അപ്പോൾ കോസ് സ്ക്വയർ 2x + 5 ആണെങ്കിലോ എക്സിന് പകരം 2x + 5 കൊടുക്കുക. 1 + cos 2 × 2x + 5 ഡിവൈഡ് ബൈ 2. ഓക്കെ, എക്സിന് പകരം 2x + 5 എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് 2 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം കോസ് 4x + 10 എന്ന് വരും. 1/2 പുറത്തെടുക്കുക. 1/2 അടുത്ത സ്റ്റെപ്പ് പുറത്തെടുത്തു. 1/2 പുറത്തെടുത്തു, കോസ് 4x + 10. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്തൂടെ? 1ന്റെ ഇൻറ്റഗ്രൽ എക്സ് കോസ് 4x + 10ന്റെ സൈൻ 4x + 10 ഡിവൈഡ് ബൈ 4. ഈസി അല്ലേ? ഇനി ഇവിടെ കോസ് സ്ക്വയറിന് പകരം സൈൻ സ്ക്വയർ ആണെങ്കിലോ ഈ റിസൾട്ട് ഉപയോഗിച്ചാൽ മതി. എക്സിന് പകരം സൈൻ സ്ക്വയർ ഇവിടെ എന്താണോ വരുന്നത് കൊടുക്കുക. ഇനി സൈൻ സ്ക്വയർ 2x, സൈൻ സ്ക്വയർ 3x, സൈൻ സ്ക്വയർ 5x ഒക്കെ ചെയ്യാം. എക്സിന് പകരം എന്താ ഇവിടെ ഞാൻ പറയുന്നത്? 3x ആണെങ്കിൽ 3x എന്ന് ഇവിടെ കൊടുക്കുക, 5x ആണെങ്കിൽ 5x കൊടുക്കുക. അതേപോലെ കോസ് സ്ക്വയറിലും നിങ്ങൾക്ക് ചെയ്യാം. മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ മെത്തേഡും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി ഒരൊറ്റ ചോദ്യം കൂടി ചെയ്താൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. നോക്കൂ, സൈൻ 2x കോസ് 3x കണ്ടിട്ടുണ്ടോ? അങ്ങനെ സൈൻ 2x കോസ് 3x, സൈൻ 3x കോസ് 3x ആണെങ്കിൽ ചെയ്യാം. സൈൻ 3x ടി എന്ന് കൊടുത്താൽ മതി. സൈൻ 3x കോസ് 3x ആണെങ്കിൽ കഴിഞ്ഞ ക്ലാസ് നമ്മളൊരു ഹോംവർക്ക് തന്നിട്ടുണ്ട്, സൈൻ ax + b കോസ് ax + b എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ചെയ്യാം. പക്ഷേ ഇവിടെ ഒന്ന് 2x ഒന്ന് 3x ആണ്. അപ്പോൾ സൈൻ എ കോസ് ബി ആണ് അല്ലേ? സൈൻ എ കോസ് ബി പരിചയമില്ല, പക്ഷേ സൈൻ എ കോസ് ബി എന്ന് കേട്ടപ്പോൾ എന്തോ ഒന്ന് മനസ്സിൽ വന്നല്ലോ. എന്താ വന്നത്? 2 sin a cos b. ആരാ 2 sin a cos b? sin a + b + sin a - b. +1 പഠിച്ച വെരി ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് പഠിച്ച റിലേഷനാണ്. 2 sin a cos b, sin a + b + sin a - b. അതിനൊരു 2 വേണമല്ലേ? ഇവിടെ 2 ഇല്ലല്ലോ, ഉണ്ടോ? അപ്പോൾ നമുക്ക് 2 ഇല്ലെങ്കിൽ 2 കൊടുക്കാം. 2 കൊടുക്കുമ്പോൾ ഒരു 1/2 എന്ന് ചെയ്താൽ മതി. 1/2 × 2 എന്ന് എഴുതിയാൽ മതി, ഒരു പ്രശ്നമില്ല. ഓക്കെ, 1/2 × 2 2 2 ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ റിസൾട്ടിലേക്ക് എത്തുകയും ചെയ്യും, ഇത് തന്നെ വരികയും ചെയ്യും. ആരാ 2 sin a cos b, sin a + b + sin a - b എന്നാണ്. sin a + b എന്ന് പറയുമ്പോൾ sin 2x + 3x, sin 5x പ്ലസ് sin a - b, sin 2x - 3x, sin -x. ഓക്കെ, അതാണ് അടുത്തത്. sin 5x + sin -x. അപ്പോൾ പ്രോഡക്റ്റ് സമ്മായല്ലോ. സമ്മാണെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഈസി അല്ലേ? നോക്കൂ, sin -x sin x അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ മൈനസിന് അടുത്തേക്ക് എഴുതി. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്തു. sin 5xന്റെ ഇൻറ്റഗ്രൽ എന്താ? -cos 5x/5. sin xന്റെ ഇൻറ്റഗ്രൽ എന്താ? - cos x എന്ന് പറഞ്ഞാൽ +cos x. നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് റിസൾട്ടിലേക്ക് മാറി. മനസ്സിലായോ? ഇനി ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ടെങ്കിലോ 2 മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഉള്ള 4 ആണെങ്കിലോ ഇവിടെ 2
ഒരു 2നെ പുറത്തെടുക്കുക. ഇവിടെ 3 എന്നാണെങ്കിലോ ഇവിടെ 3 ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ 3 അങ്ങ് പുറത്താക്കുക. എന്നിട്ടോ ബൈ 2 × 2 എന്ന് എഴുതുക. ഓക്കെ, ഇവിടെ 28 ആണെങ്കിലോ ഇവിടെ 2 എന്ന് എഴുതുക, ബാക്കി 14 പുറത്ത് എഴുതുക. എന്തായാലും ഈ ഒരു മെത്തേഡിലേക്ക് മാറ്റണം. അതേപോലെ തന്നെ അടുത്ത ചോദ്യം ഞാൻ വിശദീകരിക്കേണ്ട. കൊസെ കോസ് ബി നമുക്കറിയില്ല, പക്ഷെ നമുക്ക് എന്തറിയാം? 2 കൊസെ കോസ് ബി അറിയാം. കൊസെ പ്ലസ് ബി പ്ലസ് കൊസെ മൈനസ് ബി വളരെ നന്നായിട്ട് നമ്മൾ പഠിച്ചു വെച്ച കാര്യമാണ്. അപ്പോൾ 1/2 × 2 എന്ന് എഴുതുന്നു. കൊസെ പ്ലസ് ബി 2 കൊസെ കോസ് ബി, കൊസെ പ്ലസ് ബി പ്ലസ് കൊസെ മൈനസ് ബി. അപ്പോൾ cos 7x പ്ലസ് cos 3x എന്ന് വരും. ഓക്കെ, cos 7xന്റെ ഇന്റഗ്രൽ sin 7x/7, cos 3xൻ്റെത് sin 3x/3. സിമ്പിൾ അല്ലേ? ശരി, അടുത്ത ചോദ്യം അങ്ങനെ തന്നെ സൈൻ എ സൈൻ ബി ആണ്. സൈൻ എ സൈൻ ബി, സൈൻ എ സൈൻ ബി ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഇത് രണ്ടും ഒന്നാണെങ്കിൽ വെരി ഈസി ആട്ടോ. ഇത് രണ്ടും ഒരേപോലെ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. സൈൻ സ്ക്വയറിലേക്കൊക്കെ മാറ്റാം, അല്ലെങ്കിൽ പല രൂപത്തിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ എ സൈൻ ബി ആരാ? സൈൻ എ സൈൻ ബി 2 സൈൻ എ സൈൻ ബി അല്ലേ? 2 സൈൻ എ സൈൻ ബി കൊസെ മൈനസ് ബി മൈനസ് കൊസെ പ്ലസ് ബി. കേട്ടിട്ടില്ലേ നിങ്ങൾ? കൊസെ മൈനസ് ബി മൈനസ് കൊസെ പ്ലസ് ബി. അതിലേക്ക് എത്താൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഈ റിസൾട്ട് ഞാൻ റീപ്ലേസ് ചെയ്തു, അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തു, അന്നേരം ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിലുള്ള എല്ലാ പ്രോബ്ലംസും ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ അസൈൻമെന്റ്സ് സ്വന്തമായിട്ട് ചെയ്യാം. ഇത്രയും എണ്ണം അസൈൻമെന്റ് ഉണ്ട്. എണ്ണം കൂടുതലുണ്ടെന്ന് കരുതി പേടിക്കേണ്ട, വളരെ ഈസിയാണ്. ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. പലതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്, ചിലത് ട്രിഗണോമെട്രിക് റിസൾട്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്, ചിലതൊന്നും ചെയ്യാതെ നേരിട്ട് പറയാവുന്നതാണ്. അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതൊന്നും ചോദ്യം കാണുമ്പോൾ പേടിക്കേണ്ട, വളരെ ഈസിയാണ്. നോക്കൂ, ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിളിന് വേണ്ടി ഞാൻ പറയാം. 48ാമത്തെ ക്വസ്റ്റ്യൻ വലിയ ക്വസ്റ്റ്യൻ ആണെന്നൊന്നും കരുതണ്ട. x⁻10ന്റെ ഡെറിവേറ്റീവ് എന്താ? 10s⁻9. 10x ഡെറിവേറ്റീവ് എന്താ? 10x log 10. ഇപ്പോൾ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്റർ അല്ലേ? ഇന്റഗ്രൽ f'(f(x) എന്നുള്ള ഫോമുല. അപ്പോൾ ലോഗ് മോഡ് f(x + c) ആൻസർ കിട്ടുക. ഇവിടെ ലോഗ് മോഡ് f(x + c) എവിടെയെങ്കിലും ഉണ്ടാവും. ലോഗ് മോഡ് f(x + c) 10x + x⁻10 + c. മനസ്സിലായോ? ഇതാണ് ആൻസർ. ലോഗ് മോഡ് ഇടാതിരിക്കാൻ കാര്യം ഇതൊക്കെ പോസിറ്റീവ് ആയതുകൊണ്ട്. ലോഗ് 10x + x⁻10 + c വെരി ഈസിയാണ്. ഇന്റഗ്രേഷന്റെ ചോദ്യം വലുതായെന്ന് പറഞ്ഞ് പേടിക്കേ വേണ്ട. ചോദ്യം വലുതാകുന്ന സൗകര്യം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക. ഇന്നൊക്കെ പഠിപ്പിച്ച ചോദ്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അസൈൻമെന്റ്സ് പരമാവധി സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും കിട്ടും. ഏതെങ്കിലും കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ ആരുടെങ്കിലും സഹായം തേടുക. നന്നായിട്ട് വർക്ക് ചെയ്യണം. ഇൻ്റഗ്രേഷൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സ്റ്റാൻഡേർഡ് റിസൾട്ട് നന്നായിട്ട് പഠിക്കുക. കൂടെ കൂടുതൽ പ്രോബ്ലംസ് സ്വയം വർക്കൗട്ട് ചെയ്യാം. അതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കുന്നുണ്ട്. അതൊക്കെ പരമാവധി നിങ്ങൾ ഉപയോഗിക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങുക. ഇൻ്റഗ്രേഷൻ നന്നായിട്ട് അറിയുന്ന കുട്ടികളായിട്ട് മാറുക. നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.